കർണാടക ശിരൂരിൽ റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലങ്ങളിലെല്ലാം തെരച്ചിൽ നടത്തിയിട്ടും ലോറി കണ്ടെത്താനായില്ല. 90% മണ്ണ് നീക്കം ചെയ്തിട്ടും ലോറി കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ഭൈരഗൌഡ പറഞ്ഞു. ഗംഗാവലി പുഴയിലെ മൺകൂനയിൽ വീണ്ടും പരിശോധന നടത്തുമെന്നും കർണാടക റവന്യൂ മന്ത്രി അറിയിച്ചു. കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോൾ വെല്ലുവിളിയാകുന്നുണ്ട്. രക്ഷാപ്രവർത്തന മേഖലയിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്ന് ദുരന്തമേഖല സന്ദർശിച്ച കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു. അർജുനടക്കം 3 പേരെ കണ്ടെത്താനുണ്ടെന്നും സിദ്ധരാമയ്യ. ദുരന്തമേഖലയിലെ രക്ഷാപ്രവർത്തനം സൈന്യം ഏറ്റെടുത്തു. ബലഗാവിയിൽ നിന്നുള്ള 40-അംഗ സൈനിക സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ അരുൺ പൂപ്പറമ്പയും അരുൺ പാറയ്ക്കലും ചേരുന്നുണ്ട്. ആദ്യം അരുൺ പൂപ്പറമ്പയിലേക്കാണ്. അരുൺ, ഈ പുഴയിലേക്കാണോ ഇനി എല്ലാ കണ്ണുകളും? തെരച്ചിൽ അവിടേക്ക് നീക്കിയിട്ടുണ്ടോ? ഈ മണ്ണിനടിയിൽ ലോറിയില്ല എന്നുള്ളത് ഈ രക്ഷാ ദൗത്യ സംഘം ഉറപ്പിക്കുന്നുണ്ടോ അരുൺ? ഉന്മേഷേ, മണ്ണിനടിയിൽ ലോറിയില്ല എന്നുള്ളത് ഏറെക്കുറെ ഔദ്യോഗികമായി അങ്ങനെ ഒരു നിഗമനത്തിൽ തന്നെയാണ് ഈ രക്ഷാ ദൗത്യ സംഘമുള്ളത്. നിലവിൽ അവർ തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടില്ല. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന തത്സമയ ദൃശ്യങ്ങളിൽ കാണുന്നത് അവർ ഇപ്പോഴും ഈ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്. ഈ മണ്ണും ചളിയും നീക്കം ചെയ്ത് ആ തെരച്ചിൽ അവർ നടത്തുന്നുണ്ട്. അതായത് നിലവിൽ ഈ സിഗ്നൽ ലഭിച്ചിട്ടുള്ള പോയിന്റിൽ തന്നെയാണ് അവരുടെ ആ തെരച്ചിൽ നടക്കുന്നത്. ഇപ്പോഴും ആ പ്രതീക്ഷ പൂർണ്ണമായും അവർ വിട്ടൊഴിഞ്ഞിട്ടില്ല. കാരണം അതിന് മുകളിൽ ഒരു മൺകൂന പോലെ ഒരു ഭാഗം കൂടിയുണ്ട്. പക്ഷേ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, രാവിലെയുള്ള ഒരു അവസ്ഥയല്ല. ഏകദേശം ഏറെക്കുറെ അവർ മണ്ണ് പൂർണ്ണമായും തന്നെ നീക്കം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ലോറിയുടെ ഒരു സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല. നിലവിൽ റവന്യൂ മന്ത്രി ഉൾപ്പെടെ ഇവിടെ സന്ദർശിച്ച ശേഷം ഈ രക്ഷാ ദൗത്യ സംഘവുമായി ആശയവിനിമയം നടത്തിയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം അത്തരമൊരു പ്രതികരണം നടത്തിയത്. നിലവിൽ ഈ മണ്ണിനടിയിലെ തിരച്ചിലിന് വലിയ ഹോപ്പ് ഇല്ല, അതിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കേണ്ടതില്ല എന്ന തരത്തിലായിരുന്നു പ്രതികരണം. നിലവിൽ നമുക്ക് ഈ ഗ്രൗണ്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് ഇവിടുന്ന് നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്ന വിവരം. മണ്ണിനടിയിലെ തെരച്ചിലപ്പുറത്തേക്ക് ഈ പുഴയിൽ ഈ ലോറി അകപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ പുഴയിലെ തെരച്ചിലിനായിരിക്കും ഇനി കൂടുതൽ സാധ്യത ഉണ്ടാവുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിലവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നിറഞ്ഞൊഴുകുന്ന ഗംഗാവലി പുഴ. അതിന് തൊട്ടരികിൽ തന്നെ വലിയ മൺകൂനകൾ വന്ന് പതിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മൺകൂന പതിച്ചത് അവിടുത്തെ മണ്ണിടിച്ചിലെ തുടർന്നുണ്ടായിട്ടുള്ള മൺകൂനയാണ്. അതുകൊണ്ട് തന്നെ ഈ പുഴയിലേക്ക് ഈ വാഹനം പതിച്ചിട്ടുണ്ടോ എന്ന സംശയം, ആ സാധ്യത, അത്തരമൊരു നിഗമനത്തിലേക്ക് അവർ കടക്കുന്നു എന്നതാണ് നിലവിൽ നമുക്ക് പങ്കുവെക്കാനുള്ളത്. നമുക്ക് ഒരു തരത്തിലും നമുക്ക് പ്രതീക്ഷ നൽകുന്ന വിവരമല്ലത്. നമ്മൾ ഇന്ന് രാവിലെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നത് ഈ സിഗ്നൽ ലഭിച്ചിരുന്ന പോയിന്റിൽ അവിടെ ഈ ചളിയും മണ്ണും നീക്കം ചെയ്ത് പിന്നീട് സൈന്യം കൂടി എത്തി അവരൊരു ഊർജിതമായ തെരച്ചിൽ നടത്തുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ഈ ലോറി കണ്ടെത്താനാകുമെന്നൊരു പ്രതീക്ഷ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. നിലവിൽ ആ പ്രതീക്ഷകൾ മങ്ങുന്നു, അല്ലെങ്കിൽ അത്തരം സാധ്യതകൾ കുറഞ്ഞു വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. അത് പൂർണ്ണമായും സ്ഥിരീകരിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു ഘടകം. അത് ഇപ്പോഴും തെരച്ചിൽ എന്തായാലും നിർത്തിവച്ചിട്ടില്ല. ഈ മണ്ണും ചെളിയും നീക്കം ചെയ്തുകൊണ്ടുള്ള തെരച്ചിൽ തന്നെയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു നിർദ്ദേശമൊന്നും ഔദ്യോഗികമായി രക്ഷാ ദൗത്യ സംഘത്തിന് ലഭിച്ചിട്ടില്ല. അപ്പോൾ പോലും ആ പ്രതീക്ഷ കൂടുതൽ, അത്തരമൊരു സാധ്യത വളരെ കുറഞ്ഞു വരുന്നു എന്നത് നമ്മളെ സംബന്ധിച്ച് വലിയ ആശങ്ക തരുന്ന ഒരു വിവരമാണ്. നിലവിൽ അവിടെ ഏകദേശം നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടാൽ ഒരു 90%-ഓളമൊക്കെ ഈ സിഗ്നലിന്റെ ഭാഗം. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അരുൺ പാറക്കൽ കൂടി ചേരുന്നുണ്ട്. അരുൺ, നേരത്തെ സിദ്ധരാമയ്യ കർണാടക മുഖ്യമന്ത്രി അവിടെ എത്തുകയുണ്ടായി. റവന്യൂ മന്ത്രി അദ്ദേഹവും ഈ വിഷയത്തിൽ പ്രതികരിച്ചുവല്ലോ. ഈ റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് ലോറിയില്ല എന്നുള്ള തരത്തിൽ കൂടി റവന്യൂ മന്ത്രിയുടെ പ്രതികരണം വന്നിരുന്നു. അതായത് ഇനി തെരച്ചിൽ പുഴയിലേക്ക് നീളുന്നു, രക്ഷാപ്രവർത്തനത്തിൽ കാലതാമസം ഉണ്ടായെന്നുള്ള ആ വാദം, ആ ആരോപണം, അത് സിദ്ധരാമയ്യ തള്ളുകയും ചെയ്തുവല്ലോ. മന്ത്രിമാർ എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കി അരുൺ? ഉന്മേഷ, ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നു എന്നുള്ളതാണ്. മണ്ണ് 90% മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്. വാഹനങ്ങളൊന്നും തന്നെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് നമുക്ക് പ്രധാനമായും എടുത്തു പറയാനുള്ളത്.
റോഡിലെ മണ്ണ് പൂർണ്ണമായും നീക്കുമെന്നാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കർണാടക റവന്യൂ മന്ത്രിയും പ്രതികരിച്ചത്. ഇതിനായി സാങ്കേതിക വിദഗ്ധരുടെയും സൈന്യത്തിന്റെയും ഉപദേശമനുസരിച്ച് പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധന തുടരും. ഈ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. നാവികസേനയുടെ സ്കൂബ ടീം അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശോധന നല്ല രീതിയിൽ തന്നെ തുടർന്നിരുന്നു. പക്ഷേ ഈ പ്രതിസന്ധി എന്ന് പറയുന്നത് കനത്ത മഴയാണ് ഈ പ്രദേശത്തുള്ളത്. ശക്തമായ മഴ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അത് ഈ ഒരു തെരച്ചിലിന് കാരണമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കർണാടക വനത്തിന്റെ ഉൾമേഖലയിൽ വലിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്. ഒപ്പം ഈ ഗംഗാവലി നദി ഇപ്പോൾ കരകവിഞ്ഞൊഴുകുകയാണ്. പല സ്ഥലങ്ങളിലും നദി കരകവിഞ്ഞൊഴുകുകയാണ്. നദിയുടെ ജലനിരപ്പ് കൂടി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഈ തെരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. നാവികസേനയുടെ വിദഗ്ധന്മാരടങ്ങിയ സംഘമാണ് ഈ തെരച്ചിലിനായി ഇവിടെ എത്തിയിരിക്കുന്നത്. അവർ വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് ഈ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ വാഹനം ഏതെങ്കിലും രീതിയിൽ പുഴയിലേക്ക് പതിച്ചിട്ടുണ്ടെങ്കിൽ ആ വാഹനത്തിന് മുകളിലേക്ക് വീണ്ടും മണ്ണ് പതിയാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഈ ഒരു മണ്ണിടിച്ചിലുണ്ടായ സമയത്ത്, ശിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് ആ കടകളും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങളുമൊക്കെ ഈ പുഴയിലേക്ക് വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിന് മുകളിലേക്ക് മണ്ണ് പതിച്ച് വലിയ തോതിൽ പുഴയുടെ വലിയ 500 മീറ്ററിലധികം ഏകദേശം 1 കിലോമീറ്ററോളം വീതിയുള്ള പുഴയാണ് ഈ ഗംഗാവാലി പുഴ. ആ പ്രദേശത്ത് 1 കിലോമീറ്ററോളം വീതിയുണ്ട്. ആ വീതിയുള്ള സ്ഥലത്ത് ഈ പുഴയുടെ നടുഭാഗത്തോളം മണ്ണ് ഏകദേശം പൂർണ്ണമായും ഫില്ലായ നിലയിലായിരുന്നു. അങ്ങനെ പുഴയുടെ ഒഴുക്ക് പോലും തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പ്രദേശത്തെ സമീപവാസികൾ നമ്മളോട് സംസാരിച്ച സമയത്ത് അങ്ങനെ പുഴയുടെ ഒഴുക്ക് ഗതിമാറി പുഴയുടെ മറുകരയിലുള്ള 6ഓളം വീടുകൾ ഈ പുഴയുടെ ഗതിമാറി പുഴയുടെ ഒഴുക്ക് മൂലം ഒലിച്ചുപോയി എന്നൊരു കാര്യം നമ്മളോട് സൂചിപ്പിച്ചിരുന്നു. ഭയാനകമായ ഒരു കാര്യമായിരുന്നു അത്. ആ ഒരു സംഭവം ഉണ്ടായി എന്ന് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചതാണ്. അപ്പോൾ ഈ മണ്ണ് ഈ വാഹനങ്ങൾക്ക് മുകളിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. പുഴയിൽ തന്നെ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ വാഹനങ്ങൾക്ക് മുകളിൽ ഈ മണ്ണ് അടിഞ്ഞു കൂടിയിട്ടാവാം. അതിനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാനാവില്ല. അക്കാര്യം തന്നെയാണ് ഇപ്പോൾ നാവികസേനാംഗങ്ങളും അതുപോലെ തന്നെ ശരി അരുൺ, ആ കാര്യങ്ങൾ കൂടി ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്.